ഇയാളെ കണ്ടിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും ഈ സൈഡിൽ നിൽക്കുന്ന ആള്? അതായത് ചില പാട്ടുകൾക്കൊക്കെ ജീവൻ നൽകുന്ന ഒരു മനുഷ്യനാ. അടിപൊളിയായിട്ട് ലൈഫ് കൊടുക്കും. ആ പൂമുത്തോളെ നീ എന്ന് പറയുന്ന സാധനം കണ്ടില്ലേ നിങ്ങൾ? ചില സ്ലോ മോഷൻ സാധനങ്ങൾ കണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് അങ്ങനെ ഒരുപാട് റീലൊക്കെ ചെയ്ത ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ എന്താ സംഭവിച്ചു എന്നൊക്കെ അറിയണ്ടേ? കുറച്ച് ദിവസമായി കാണാനില്ല എന്നുള്ളതാണ്. ആൾ ഒളിവിലായിരുന്നു എന്നുള്ളതൊക്കെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും പോലീസ് ഒരു ചെറിയ കേസിന് പൊക്കിയിട്ടുണ്ട്. എന്താ കേസ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട യുവതിയെ പ്രണയം നടിച്ച് വിവാഹം വാഗ്ദാനം നൽകി പീഡിപ്പിച്ച ബ്ലോഗർ അറസ്റ്റിൽ. വഴിക്കടവ് സ്വദേശി ചൊയ്ത്തല വീട്ടിൽ ജുനൈദിനെയാണ് മലപ്പുറം പോലീസ് ബംഗളൂരുവിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. ജുനൈദ് ഒരു പെൺകുട്ടിയെ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട് അവരുമായിട്ട് ബന്ധപ്പെടലുകളൊക്കെ കഴിഞ്ഞ് അവരുടെ വീഡിയോസും ഫോട്ടോസും എടുത്തിരുന്നു. അതൊക്കെ പുറം ലോകത്തേക്ക് ഇടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് കേസ്. പീഡനം, അതേപോലെ തന്നെ നഗ്ന ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും, അല്ല ഭണ്ഡാരം പരത്തും എന്നുള്ളൊരു സംഭവം പറഞ്ഞുകൊണ്ടാണ് ആൾക്കെതിരെ കേസ് വന്നിട്ടുള്ളത്. ആ ഒരു വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ശരിക്കും തമാശയാണ്, നമുക്കൊരു തമാശയായിട്ട് കാണുന്നത്. അയാളൊരു എന്റർടൈൻമെന്റ് എന്ന രീതിയിൽ തന്നെ ചെയ്യുന്നതാണ്. പക്ഷെ ഇതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് കുറെ പെണ്ണുങ്ങൾ വലയിൽ പോയി വീണു എന്നൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത അവസ്ഥ. ലോകം പോയ പോക്ക്. ഇവനും എന്തായാലും കൊള്ളാം. നമുക്ക് വാർത്ത ഒന്ന് കാണാം. ജുനൈദാണ്, ബ്ലോഗർ ജുനൈദാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. 2 വർഷത്തോളം സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ പ്രണയം നടിച്ച വിവാഹ വാഗ്ദാനം നൽകി മലപ്പുറത്തെ ലോഡ്ജിലും മറ്റ് പല ഭാഗങ്ങളിലും കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ളതാണ്. ഓക്കെ, എനിക്കൊരു വലിയ ഡൗട്ട് അവിടെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 വർഷത്തോളം പ്രണയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോടതിയിൽ ഇപ്പോൾ ഹൈക്കോടതി പറയുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വർഷങ്ങളോളം ഒരുമിച്ച് താമസിച്ച് പിന്നീട് എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന കേസുകൾ പ്രാധാന്യമുള്ള കേസായിട്ട് മാറില്ല എന്നുള്ളതാണ്. ജുനൈദ് എന്ന് പറയുന്ന ഈ വ്യക്തി ഇൻസ്റ്റഗ്രാം വഴി 2 വർഷം മുമ്പ് പരിചയപ്പെട്ടിട്ട് പലയിടങ്ങളിലും കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന് പറയും. 2 വർഷ കാലയളവ് ഇതിൻ്റെ ഇടയിൽ കിടക്കുന്നുണ്ട്. ഇത് കോടതിയിലെത്തുമ്പോൾ ഏത് രീതിയിലാവും എന്ന് പറയാൻ കഴിയില്ല. എല്ലാ പീഡന കേസുകളും ജെനുവിൻ ആണ് എന്നും പറയാനും കഴിയില്ല. അത് വേറെ കാര്യം. ശേഷം നഗ്ന ദൃശ്യങ്ങൾ പകർത്തുകയും അത് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇങ്ങനെയാണ് മലപ്പുറം പോലീസിന്റെ അടുക്കൽ പെൺകുട്ടി പരാതിയുമായി എത്തുന്നത്. ഓക്കെ, എനിക്ക് ഈ ഒരു ഭാഗം കൂടി, അതായത് ഇത്തരം രീതിയിൽ ബന്ധപ്പെടലുകൾ നടന്ന് നഗ്ന വീഡിയോ എടുത്ത് അത് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നു. ഈ ഒരു കാര്യവും എനിക്ക് അത്രക്ക് ഡൈജസ്റ്റ് ആയിട്ടില്ല. ഇനി ഇയാൾ തെറ്റ് ചെയ്തതിനൊക്കെ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം, അത് വേറെ കാര്യം. പക്ഷെ ഈ 2 കാര്യങ്ങൾ നിരന്തരമായി നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ്. ഉറപ്പായിട്ട് ഇയാൾ തെറ്റ് ചെയ്തില്ല എന്നല്ല അതിനർത്ഥം. നമ്മൾ നിരന്തരം കേൾക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ഒരു ഫലത്തിന് വേണ്ടി കേസിൽ കൊടുക്കാറുണ്ട്. ഉള്ളതാണ് ഇല്ലാത്തത് നമ്മൾ അറിയാത്തത് കൊണ്ട് നമ്മളൊരു ഡൗട്ടായിട്ട് കിടക്കട്ടെ. പോലീസിന്റെ അന്വേഷണ സമയത്ത് ഇവിടെ നിന്നും നാട്ടിൽ നിന്ന് കടന്നു കളയാനുള്ള ശ്രമം നടത്തി, വിദേശത്തേക്ക് പോകാനുള്ള ശ്രമം നടത്തി. അങ്ങനെയാണ് മലപ്പുറം ഇൻസ്പെക്ടർ പി വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബാംഗ്ലൂരിലെ എയർപോർട്ടിന് പരിസരത്ത് വെച്ച ബ്ലോഗർ ജുനൈദിനെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഓക്കെ, ജുനൈദിനെ ബാംഗ്ലൂരിൽ നിന്നാണ് പൊക്കിയിട്ടുള്ളത്. ആള് മുങ്ങി എന്നുള്ളതാണ്, മുങ്ങാൻ ശ്രമിച്ചപ്പോ പൊക്കി എന്നുള്ളതാണ്. നിങ്ങൾ കേട്ടില്ലേ? അതായത് 1-2 വർഷത്തോളമുള്ള പ്രണയം, 2 വർഷമായിട്ടുള്ള ബന്ധം, അതിൽ അവിടെ ഇവിടെയും കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ ഇതിനെ ഏത് രീതിയിൽ കോടതി എടുക്കുന്ന ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. രണ്ടാമത്തെ കാര്യം, സ്ഥിരമായിട്ട് പല കേസുകളിലും കേസ് ശക്തമാക്കാൻ കൊടുക്കുന്ന ഒരു വാക്കാണ് നഗ്നചിത്രം പകർത്തിയിട്ട് അത് പുറലോകത്തേക്ക് കാണിക്കുമെന്ന് ഭയപ്പെടുത്തി എന്നുള്ളൊരു കാര്യം. ഈ 2 കാര്യങ്ങൾ പല കേസുകളിൽ ഇത് ഉണ്ടായിട്ടുണ്ട്. പല കേസുകളിൽ ഇത് ശരിയാവാറുണ്ട്, പല കേസുകളിൽ തെറ്റാവാറുണ്ട്. നമുക്കിത് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. എന്തായാലും ആള് ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ അതിന് കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാൻ കഴിയുള്ളൂ. നമുക്ക് ഊഹാപോഹങ്ങൾ, വാർത്തകളിൽ കിടക്കുന്ന കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ. ഫുള്ളാക്കിയതിന് ശേഷം പറയാം. അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി മലപ്പുറത്തെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ഇത്തരത്തിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയായിരുന്നു. അപ്പോൾ മറ്റ് കാര്യങ്ങൾ കൂടി പോലീസിന്റെ അന്വേഷണ പരിധിയിലാണ് ഇപ്പോൾ. ഓക്കെ, ഈ ഒരു കാര്യത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം, ഇത് ശരിയാണെങ്കിൽ ഇയാൾ ഇങ്ങനെ ഒരു വൃത്തികേട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. രണ്ടാമത്തെ കാര്യം, എന്തിനാണ് എൻ്റെ പൊന്നു പെങ്ങന്മാരെ ഇങ്ങനെയുള്ള ഈ വ്ളോഗേഴ്സിനെ അല്ലെങ്കിൽ മറ്റ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന കുറെ വാണങ്ങളുടെ അടുത്തൊക്കെ നിങ്ങൾ എന്തിനാണ് ഇൻസ്റ്റഗ്രാം വഴിയും സോഷ്യൽ മീഡിയ വഴി ബന്ധപ്പെട്ടുകൊണ്ട് എന്തിനാണ് ഈ ബന്ധപ്പെടലുകളിലേക്ക് പോകുന്നതെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഇതൊക്കെ മണ്ടത്തരമാണ് എന്നുള്ള ബോധം നിങ്ങൾക്ക് എന്ന് വരും? ഒരു ബന്ധവുമില്ലാത്ത ആളെ സോഷ്യൽ മീഡിയ വഴിയാണ് പരിചയപ്പെട്ടിട്ട് അങ്ങ് പോവുക, എന്നിട്ട് എല്ലാവരും നഷ്ടപ്പെടുത്തിക്കൊണ്ട് വന്നിട്ട് അവസാനം മോങ്ങുന്നത് എന്തിനാണ്? ഇവിടെയുള്ള പെൺകുട്ടികളൊക്കെ അത് എന്ന് മനസ്സിലാക്കും? ഇവിടെ വല വിരിച്ചിരിക്കുന്ന ഒരുപാട് വാണങ്ങളുണ്ടാവും. ഈ വാണങ്ങളുടെ അടുത്തേക്ക് എന്തിന് ഈ നട പൊളിക്കുന്നു? വളരെ മോശമായിട്ടുള്ളൊരു കാര്യം.
ഈ വാണങ്ങളുടെ അടുത്തേക്ക് എന്തിനാണ് നിങ്ങൾ പോകുന്നത്? ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ തന്നെ അവസാനം ഈ ഇല വന്ന് മുള്ളിൽ വീണാൽ, മുള്ളിൽ വന്ന ഇല വീണാൽ എന്താ ഉണ്ടാവുക? ഒന്ന് തന്നെ ഉണ്ടാവുക അല്ലെ, മുള്ളിന്റെ ആ മൊനയൊടിയും. അതന്നെ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബുദ്ധി വിവരം വിവേകവും ഇല്ലാത്ത കുറേ ചേച്ചിമാരുണ്ട്, കുറേ താത്തമാരുണ്ട്. ഇങ്ങനെയുള്ള പൊട്ട കിണറ്റിലേക്കാണ്ട് പോയി ചാടും. എന്നിട്ട് അയ്യോ ഞാൻ വീണേന്ന് പറഞ്ഞിട്ട് കിടന്ന് കുത്തി മറിയും. ഒരാളും രക്ഷിക്കാണ്ടാവില്ല. രക്ഷിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? നാണക്കേട് മാത്രമേ എനിക്ക് ബാക്കി ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇൻഫ്ലുവാണേഴ്സിന്റെ പിന്നാലെ നടക്കുന്ന ചേച്ചിമാരെ താത്തമാരെ വെറുതെ പൊട്ടക്കിണറ്റി പോയി വീഴല്ലേ. ഇങ്ങനെ കുറെ പൊട്ടന്മാർ അവിടെ ഇവിടെ കണ്ടാവും. ഈ ചങ്ങാതി ഇനി തെറ്റ് ചെയ്തിട്ടുണ്ടോ നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റൂല. ഇനി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സ്ത്രീക്കെതിരെ നടപടികൾ വേറെ വരട്ടെ. അങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് കോടതി ഇപ്പൊ ഇന്നലെ ഹൈക്കോർട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. വർഷങ്ങളായിട്ട് കൂടെ താമസിക്കുന്ന ആളുകൾ, വർഷങ്ങളായിട്ടുള്ള ബന്ധമുള്ള ആളുകൾ, ഒരുപാട് തവണ ഇങ്ങനെ ബന്ധപ്പെട്ടു എന്ന് കാര്യം പറയുന്ന സ്ത്രീകൾ, അങ്ങനെ ഒരു കേസ് കൊടുക്കുമ്പോൾ ഈ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ആരാണോ ആ ഒരു കേസിൽ പ്രതി ചേർക്കപ്പെട്ട അയാളുടെ കാര്യം കൂടി അന്വേഷിക്കുകയും ഇതിൽ തെറ്റുണ്ട് എങ്കിൽ ആ കംപ്ലൈന്റ് കൊടുത്ത സ്ത്രീകൾക്ക് എതിരെ നടപടികളും എടുക്കണം എന്നുള്ള ഒരു കാര്യം കോടതി പറയുന്നുണ്ട്. ഈ വിഷയം എന്താവുമെന്നൊന്നും നമുക്കറിയില്ല. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് കാലം തെളിയിക്കട്ടെ. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇവിടെ ചേച്ചിമാരെ താത്തമാരെ എനിക്കൊന്നേ പറയാനുള്ളൂ, ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള വാണങ്ങളുടെ ഇടയിൽ പോയിട്ട് പെട്ട് കിടക്കരുത്. ഓക്കെ, ചാനൽ ഇഷ്ടമുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ വിളിക്കുക. വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരുമ്പോൾ സന്ദീപ് പോൾ സൈനിങ് ഓഫ്.